ഏപ്രിൽ മുതലുള്ള ക്ഷേമ പെൻഷൻ അതത് മാസങ്ങളിൽ തന്നെ കൊടുക്കും എന്നാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് അത്ഭുതമൊന്നും പ്രതീക്ഷിക്കാനില്ല. ഇത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതാണ്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇലക്ഷൻ വരികയല്ലേ, ഇലക്ഷൻ പ്രൊപ്പഗാൻഡയുടെ സമയമാണ്. ഇലക്ഷൻ കഴിയുന്നത് വരെയും എങ്ങനെ എത്ര വോട്ട് കൂടുതൽ വാങ്ങാം എന്നുള്ള ഇലക്ഷൻ തന്ത്രങ്ങളുമായിട്ടാണ് ഗവൺമെന്റ് മുൻപോട്ട് പോകുന്നത്. അപ്പോ അങ്ങനെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ സാധാരണക്കാരുടെ വോട്ട് കിട്ടാനുള്ള ഏറ്റവും നല്ല തന്ത്രമാണ് അവരുടെ കരങ്ങളിൽ എന്തെങ്കിലും എത്തിക്കുക, 4 കാശ് എത്തിക്കുക എന്നുള്ളത്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് 2019 കേന്ദ്ര ലോകസഭാ ഇലക്ഷൻ. അന്ന് നരേന്ദ്രമോദി ഇലക്ഷൻ ഡിക്ലയർ ചെയ്യുന്നതിന് മുൻപ് തന്നെ എന്ത് ചെയ്തു? 2000 രൂപ വെച്ച് 3 ഗഡുക്കളായിട്ട് 6000 രൂപ ഇന്ത്യയിലെ നാമമാത്ര കർഷകരുടെ പോക്കറ്റിൽ എത്തിക്കും എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ നാമമാത്ര കർഷകർ എന്ന് വെച്ചാൽ 2.5 ഏക്കറിൽ താഴെ കൃഷിഭൂമിയുള്ള കർഷകർ. 2.5 ഏക്കറിൽ താഴെ കൃഷിഭൂമിയുള്ള കർഷകർ എത്ര പേരുണ്ട് ഇന്ത്യയില്? ഇന്ത്യയിലെ കർഷകരിൽ 68% ഇങ്ങനെയുള്ള നാമമാത്ര കർഷകരാണ്. അപ്പൊ ഈ 68% കർഷകരുടെ കൈകളിലും 6000 രൂപ ഇലക്ഷന് മുൻപ് എത്തിക്കാൻ പറ്റുക, ഇല്ലെങ്കിൽ 2000 എങ്കിലും വീതം എത്തിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നേട്ടമാണ്. അതായത് എല്ലാ വീടുകളിലും 100 ആവർത്തി പോയി വാങ്ങാവുന്നതിലധികം വോട്ട് പെട്ടിയിൽ വീഴും ഈ 2000 രൂപ അവരുടെ കൈകളിൽ എത്തിപ്പെട്ടാൽ. അപ്പൊ ആ തന്ത്രം നടപ്പാക്കാൻ വേണ്ടി മോദി വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു. കാരണം ഖജനാവിൽ പണമില്ലാഞ്ഞിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിസർവ്, അതായത് റിസർവ് ബാങ്ക് ഇന്ത്യ ഉണ്ടാക്കുന്ന ലാഭം, ഏത് കോർപ്പറേറ്റ് ബോഡി ആണെങ്കിലും ലാഭം ഉണ്ടാക്കുമ്പോൾ ഒരു ഭാഗം ഡിവിഡൻഡ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് കൈമാറും. ബാക്കിയുള്ളത് റിസർവ് ഫണ്ടായിട്ട് ബാങ്കിൽ തന്നെ സൂക്ഷിക്കും. എന്തിനാണ് റിസർവ് ഫണ്ടായിട്ട് സൂക്ഷിക്കുന്നത്? ഒരു അൺഫോർസീൻ കണ്ടിൻജൻസി, അതായത് അപ്രതീക്ഷിതമായ ഒരു ഒരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായാൽ എടുത്ത് ഉപയോഗിക്കാനാണ് അങ്ങനെ ഫണ്ട് സൂക്ഷിക്കുന്നത്. അപ്പൊ ആ ഫണ്ട് റിസർവ് ബാങ്കിനോട് പറഞ്ഞു, റിസർവ് ഫണ്ടായിട്ട് വെച്ചിരിക്കുന്ന 1935 മുതൽ 2019 വരെയുള്ള കാലയളവിൽ റിസർവ് ഫണ്ട് ഇത്തരം ആവശ്യങ്ങൾക്കൊന്നിനും വേണ്ടി റിസർവ് ബാങ്ക് എടുത്ത് ചെലവഴിച്ചിട്ടില്ല. ആ ഫണ്ട് ഇങ്ങോട്ട് എടുക്കുക, ഞാനൊന്ന് ജനങ്ങൾക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് നിർബന്ധപൂർവം ആ ഫണ്ട് റിസർവ് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് 1.7 lakh crore ഉണ്ടായിരുന്നു. ആ ലക്ഷം രൂപ, ഒരു 1.7 lakh crore രൂപയാണ് ആദ്യ ഗഡു 2000 രൂപ വീതം ഈ 68% കർഷകരുടെ വീടുകളിൽ എത്തിക്കാൻ വേണ്ടി നരേന്ദ്രമോദി ഉപയോഗിച്ചത്. അതിന്റെ ഫലമുണ്ടായി. രണ്ടാമതൊരു ഭരണം കിട്ടി. നമുക്കറിയാം നമ്മുടെ പിണറായി വിജയൻ സഖാവ് എങ്ങനെ രണ്ടാമത് ഭരണത്തിൽ വന്നത്? കിറ്റും കമ്മ്യൂണിറ്റി കിച്ചണും കൊടുത്ത്. അപ്പൊ എന്തെങ്കിലും ഇനാമായിട്ട് വോട്ടേഴ്സിന്റെ കയ്യിൽ എത്തിയാൽ, എങ്ങനെയായിരുന്നു ജയലളിത വോട്ടേഴ്സിന്റെ കയ്യിലെടുത്തിരുന്നത്? അവര് എന്താ കൊടുക്കുക? റെഫ്രിജറേറ്റർ കൊടുക്കും, എന്താണ് പറയുക, TV കൊടുക്കും, സൈക്കിൾ കൊടുക്കും, അങ്ങനെ എന്തൊക്കെ കൊടുക്കാമോ അവരുടെ പരിമിതിക്കകത്ത് അവർക്ക് കൊടുക്കാൻ പറ്റുന്നതെല്ലാം കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുത്താണ് അവർ ഭരണത്തിൽ തുടർച്ചയായിട്ടിരുന്നത്. അപ്പൊ അങ്ങനെ എല്ലാ ഭരണതന്ത്രജ്ഞരും ഇതുപോലെയുള്ള കളികൾ കളിക്കും. അതിന്റെ ഒരു ചെറിയ കളിയാണ് നമ്മുടെ ബാലഗോപാൽ ധനമന്ത്രി ഇവിടെ ബജറ്റിൽ പ്രസ്താവിച്ചത്. എന്താണ് അദ്ദേഹം പ്രസ്താവിച്ചത്? ഈ പറയപ്പെട്ട പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കുമെന്നല്ല, കൃത്യമായിട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് കൊടുക്കും ഈ 2024 ഉള്ള ധനവർഷം തുടങ്ങിക്കഴിഞ്ഞാൽ എന്ന്. അപ്പോൾ ഒന്നാമത് തന്നെ നമുക്കറിയാം എങ്ങനെ എവിടുന്ന് എടുത്തു കൊടുക്കുക. ഇപ്പൊ സുപ്രീം കോടതി കൈ ഒഴിഞ്ഞിരിക്കുന്നു. അഞ്ചംഗ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് ഈ കേസ്. സംസ്ഥാന ഗവൺമെന്റ്, കേരള സംസ്ഥാന ഗവൺമെന്റ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത കേസ് തീർപ്പാക്കുന്നതിന് മുൻപ് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അത് പഠിച്ച് തീർപ്പാക്കാനായിട്ട് കടമെടുക്കുന്നതിന്റെ പരിധിയിൽ വർധനവ് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനാണ് അങ്ങനെ സുപ്രീം കോടതി 5 അംഗ ബെഞ്ചിന് വിട്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷവും കടമെടുക്കുന്ന എത്രയായിരിക്കും എന്നൊന്നും ധാരണയില്ല. പക്ഷേ ബാലഗോപാലിന് ഒരു ധാരണയുണ്ട്. ഇലക്ഷന് മുൻപേ കഴിയുമെങ്കിൽ ഇപ്പൊ കൊടുക്കാൻ കിടന്ന 5-6 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കുക. 6 മാസം 1600 രൂപ വീതം ഉള്ളത് 6 മാസത്തെ കുടിശ്ശിക ഒന്നിച്ചു കൊടുത്താൽ കിട്ടിയാൽ ഒരു മലയാളി സാധാരണക്കാരന്റെ കയ്യില് അതൊരു നല്ല കൈനീട്ടമായിട്ടിരിക്കും. അതോടൊപ്പം തന്നെ ഇലക്ഷൻ കഴിയുന്നത് വരെയുള്ള മാസങ്ങളിലെ കൃത്യമായിട്ട് കൊടുക്കുക.
അത് കഴിഞ്ഞ് പിന്നെ 10 മാസം കൊടുത്തില്ലെങ്കിൽ ആര് ചോദിക്കാനാ? ആർക്കും ഒന്നും ചോദിക്കാനൊക്കില്ല. അതൊക്കെ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങളല്ലേ. ഇപ്പൊ തന്നെ 7 മാസം കുടിശ്ശികയായപ്പോഴാ 1 മാസത്തെ കൊടുത്തത്. അപ്പം ഇലക്ഷൻ വരെ കാര്യങ്ങൾ മുറ പോലെ നടത്തണം. ഇലക്ഷന് വോട്ട് അവനവന്റെ പോക്കറ്റിലേക്ക് വരണം. ഇത് മാത്രമാണ് ഈ പ്രഖ്യാപനത്തിന്റെ അന്തസത്തയായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇപ്പൊ അടുത്ത ധനവർഷം പ്രത്യേക മന്നായൊന്നും പൊഴിഞ്ഞു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ നികുതി വരുമാന സമാഹരണം അതായത് ഈ വർഷം ഒരു ധനസമാഹരണത്തിൽ വലിയ കുതിച്ചായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. നേരിയ വർധനവേ ഉണ്ടായിട്ടുള്ളൂ. അടുത്ത വർഷവും അതൊക്കെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. പക്ഷേ നികുതി വരുമാന സമാഹരണത്തിൽ കാര്യക്ഷമത കാണിച്ചാൽ കുറച്ചും കൂടി വളർച്ച ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ കാര്യക്ഷമത ഇനിയുള്ള കാലത്ത് പിണറായി വിജയൻ ഗവൺമെന്റ് കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നിടത്താണ് നമുക്ക് തെറ്റുപറ്റാൻ സാധ്യതയുള്ളത്. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഓണം കഴിഞ്ഞാൽ ഓണമല്ല, ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെയും എല്ലാ മാസവും കൃത്യമായി കിട്ടണമെന്നില്ല. കിട്ടണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷൻ വന്നുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴുള്ളത്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ പെട്ടെന്ന് വരുമാന വർധനവിനുള്ള സാധ്യത കാണുന്നില്ല. കടമെടുക്കുന്നതിന്റെ പരിധിയിലും മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാൻ ഒട്ടും വഴിയില്ല. കാരണം കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഫിസ്ക്കൽ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഇവിടെ ധനപ്രതിസന്ധി ഇത്ര രൂക്ഷമായിരിക്കുന്നത്. അത് കടം കൊടുത്ത് നീക്കാൻ ഒക്കുകയില്ല. കടം കൊടുക്കും തോറും കൂടുതൽ കൂടുതൽ കടം എന്ന ഒരു ചിന്തയോടു കൂടിയാണ് സംസ്ഥാനം മുന്നേറുന്നത്. അതുകൊണ്ട് അതിനെ നമുക്ക് ഒരു കാരണവശാലും സസ്റ്റൈനബിൾ എന്ന് വിധി എഴുതാനോ കൊടുക്കാനോ പറ്റുകയില്ല എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. അപ്പോൾ അങ്ങനെ കൂടുതൽ കടമെടുക്കാൻ പറ്റാൻ സാധ്യതയില്ല എന്നിരിക്കെ മറ്റ് ചെലവുകൾ ഒന്നും തന്നെ വെട്ടിക്കുറയ്ക്കാൻ സാധ്യതയില്ല എന്നുകൂടിയിരിക്കെ സംസ്ഥാനത്തിന്റെ ധനപ്രതിസന്ധി ഇതുപോലെ തന്നെ അടുത്ത ഈ സാമ്പത്തിക വർഷവും തുടരുമെന്നും അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പിഴവ് പറ്റാം, അതായത് കൊടുക്കാതെ കുടിശ്ശിക ആയി തീർന്നേക്കാം എന്നുള്ള ഒരു മുൻകൂർ ഒരു കാഴ്ചപ്പാടാണ് എനിക്ക് മുന്നോട്ട് വെക്കാനുള്ളത്. പിന്നെ ഉള്ളത് സാധാരണ ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നവരുടെ വിധി പോലെ എന്ന് വിചാരിച്ച് ആശ്വസിക്കാനേ തരവുള്ളൂ. ആർക്ക് വോട്ട് കൊടുത്ത് ആരെ ഭരണത്തിൽ കൊണ്ടുവരണം എന്ന് ജനം തീരുമാനിക്കുമ്പോൾ തന്നെ ഇതൊക്കെ തീരുമാനിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണല്ലോ പൊളിറ്റിക്കൽ സയൻസിൽ ഒരു ചൊല്ലുണ്ട്, എ പീപ്പിൾ ഗെറ്റ് ദ ഗവൺമെന്റ് ദാറ്റ് ഇറ്റ് ഡിസേർവ്. അതായത് ഒരു ജനത്തിന് ആ ജനം അർഹിക്കുന്ന ഗവൺമെന്റിനെ കിട്ടുന്നു. ഞാൻ ചീത്തയായതുകൊണ്ട് ചീത്ത ഗവൺമെന്റിനെ ഞാൻ വോട്ട് ചെയ്ത് ഭരണത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് ഗവൺമെന്റിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെന്റിനെ ഭരണത്തിൽ കൊണ്ടുവരുന്നതിന് മുൻപ് ആ ഗവൺമെന്റിൽ ആരൊക്കെ വരാൻ പോകുന്നു, എന്തൊക്കെയായിരിക്കും അവരുടെ അജണ്ട, അവർക്ക് സാധാരണക്കാര് അവരുടെ മുൻഗണനാ പട്ടികയിൽ ഉണ്ടോ, പട്ടിണി പാവങ്ങൾ അവരുടെ മുൻഗണനാ പട്ടികയിൽ ഉണ്ടോ, വിദ്യാഭ്യാസവും ആരോഗ്യവും അവരുടെ മുൻഗണനാ പട്ടികയിൽ ഉണ്ടോ, ഇത്തരം കാര്യങ്ങൾ, അതായത് അവരുടെ മുൻഗണനാ പട്ടികയിൽ എന്താണ്, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ എന്താണ് അവർ ചെയ്ത് കണ്ടത്, ആ കണ്ടതിന്റെ ബേസിസിൽ വേണം നമ്മൾ ഓരോ ഗവൺമെന്റിനെയും അളക്കാൻ. കാരണം ഏത് ഗവൺമെന്റ് ആണെങ്കിലും അതിനൊരു ചരിത്രമുണ്ടാകും. ആ ചരിത്ര വഴികളിലൂടെ നടക്കുമ്പോൾ ഇനി വരാൻ പോകുന്നത് എങ്ങനെയുള്ള വഴികളിലൂടെ ആ ഗവൺമെന്റ് ചരിക്കും എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന അടയാളങ്ങളായിരിക്കും. ആ അടയാളങ്ങൾ കണ്ടേ ആർക്കും നമ്മൾ വോട്ട് കൊടുക്കാവൂ. അങ്ങനെ അല്ലാതെ ആർക്കെങ്കിലും വോട്ട് കൊടുത്ത് ജയിപ്പിച്ചാൽ, അങ്ങനെ അത് വന്നാൽ നമുക്കിപ്പം കാണുന്നത് പോലെ ഹെൽമറ്റ് എടുത്ത് അടിക്കുന്നത് ജീവൻ രക്ഷിക്കാനാണെന്ന് പറയും, ചെടിച്ചട്ടി കൊണ്ട് അടിച്ചാലും ജീവൻ രക്ഷിക്കാനാണെന്ന് പറയും. ആ അവസ്ഥ നാം തന്നെ വരുത്തി വെച്ച വിനയാണ്. നാം തന്നെ അത് സഹിക്കുകയേ നിവർത്തിയുള്ളൂ.